നമസ്കാരം. ധാനി സ്പേസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സോഷ്യലിസ്റ്റിൻ്റെ 10ാം ക്ലാസ് സോഷ്യലിസ്റ്റിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അതിൽ പൗരബോധം എന്ന ചാപ്റ്ററാണ് നോക്കുന്നത്. ഇതിൽ ഫസ്റ്റ് തന്നെ കൊടുത്തേക്കുന്ന ഹജ്ജബ എന്ന വ്യക്തിയും കലൻ പൊക്കുടനുമാണ്. ഹജ്ജബ എന്ന് പറയുമ്പോൾ അതാരാണ്? മംഗലാപുരത്തിനടുത്തുള്ള ന്യൂ പദപ്പ ഗ്രാമത്തിൽ പഞ്ചായത്ത് സ്കൂൾ സ്ഥാപിച്ച് ആയിരക്കണക്കിന് കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവസരം നൽകുന്നു. തെരുവിൽ ഓറഞ്ച് കച്ചവടം നടത്തുന്ന വിദഗ്ധനാണ് അദ്ദേഹം. തനിക്ക് ലഭിക്കാതെ പോയ വിദ്യാഭ്യാസം സമൂഹത്തിനാകെ ലഭിക്കാൻ അവസരമൊരുക്കിയ വ്യക്തിയാണ്, മാതൃകാ വ്യക്തിയാണ് ഹജ്ജബ എന്ന് പറയുന്ന വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം ഓർക്കുക. ഹജ്ജബ. ഇനി കലൻ പൊക്കുടൻ ആരാണ്? കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി ഗ്രാമത്തിൽ ജനിച്ച കല്യാൺ പൊക്കുടൻ പ്രശസ്ത പരിസ്ഥിതി സംരക്ഷകനായിരുന്നു. 2ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള പൊക്കുടൻ കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനു വേണ്ടി സ്വജീവിതം നീക്കിവെച്ചു. ആയിരക്കണക്കിന് കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിച്ച കലൻ പൊക്കുടൻ സമൂഹത്തിൽ പരിസ്ഥിതി അവബോധം സൃഷ്ടിക്കുന്നതിന് ഉത്തരമാതൃകയും. അപ്പോൾ രണ്ടുപേരുടെ കാര്യം ഓർക്കുക. ഹജ്ജബ എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസം, നിരക്ഷരർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന വ്യക്തിയായിട്ടും, കലൻ പൊക്കുടൻ എന്ന് പറയുന്ന ആരാണ്? കണ്ടൽക്കാട് വെച്ചുപിടിപ്പിച്ചിട്ട് പരിസ്ഥിതി അവബോധം ഉണ്ടാക്കുവാൻ സഹായിച്ച വ്യക്തിയുമാണ്. കലൻ പൊക്കുടൻ, കണ്ടൽക്കാടുകൾ. ഹജ്ജബ നിരക്ഷരരുടെ വിദ്യാഭ്യാസം കൊടുക്കുന്നു. 2 പോയിന്റ്, രണ്ടുപേരുടെയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. രണ്ടുപേരും സമൂഹത്തിന് സേവനം കൊടുത്ത ആൾക്കാരാണ്. ഇനി ഇവിടുത്തെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗരബോധമാണ്. പൗരബോധത്തിൻ്റെ പ്രാധാന്യം എന്താണ്? അത് മാത്രം ഒന്ന് വായിക്കാം. സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും പുരോഗതിയെ പൗരബോധം വളരെ അധികം സ്വാധീനിക്കുന്നു. പൗരബോധമില്ലെങ്കിൽ മനുഷ്യൻ ാവുകയും എല്ലാ പ്രവർത്തനങ്ങളും സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാവുകയും ചെയ്യും. ഇത് സാമൂഹിക ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും. ഇത്തരമൊരു സമൂഹത്തിൽ സമാധാനവും സുരക്ഷിതത്വവും ഉണ്ടാവുകയില്ല. ഇനി കുറച്ച് വാർത്ത തലക്കെട്ടുകളുണ്ട് അല്ലേ? വേനൽക്കാലത്തോ കുടിവെള്ളക്ഷാമം. അപ്പോൾ ഇതിനൊക്കെ, ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ആരാണ്? രാഷ്ട്രമാണ് കാണുക അല്ലേ? പൗരന്മാർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ? അവിടെ ഒരു ജലക്ഷാമം പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? ഇനി എന്താ പറയുക? ഇനിയുള്ള ബോധം. ഒരു ക്ഷേമരാഷ്ട്ര രൂപീകരണത്തിൽ പൗരബോധം സുപ്രധാന പങ്ക് വഹിക്കുന്നു. പ്രതിസന്ധി ഘട്ടങ്ങൾ സമൂഹത്തിൻ്റെ പുനർനിർമ്മാണത്തിനും അരക്ഷിതാവസ്ഥയിൽ നിന്നുള്ള മോചനത്തിനും ഇത് സമൂഹത്തെ സഹായിക്കുന്നു. ഇനിയും പോട്ടെ. പൗരബോധം നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ, ഇത് മെയിൻ പോയിൻറ്റ്സ് നമുക്ക് വരുന്നത് അല്ലേ? ഈ ചാപ്റ്ററിൽ നിന്നുള്ള മെയിൻ പോയിൻറ്റ്സ് ഇതാണ്. എന്താണ്? പൗരബോധം നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? കുടുംബം, സംഘടനകൾ, വിദ്യാഭ്യാസം, സാമൂഹിക വ്യവസ്ഥ, രാഷ്ട്രീയ വ്യവസ്ഥ അല്ലേ? കുടുംബം, സംഘടനകൾ, വിദ്യാഭ്യാസം, സാമൂഹിക വ്യവസ്ഥ, രാഷ്ട്രീയ വ്യവസ്ഥ. ഇതെല്ലാം എന്താണ്? പൗരബോധത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്. ഇനി നോക്കുക, എന്താണ് കുടുംബം? കുടുംബത്തിൽ നമുക്ക് എന്തൊക്കെ, അല്ലെങ്കിൽ എന്താണ് അവിടെ ഉണ്ടാവുക? പൗരബോധം എങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും അല്ലേ? പൗരബോധം വളർത്തിയെടുക്കുകയും നിലനിർത്തുകയും ചെയ്യേണ്ട അനിവാര്യമാണ്. എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. അപ്പോൾ കുടുംബത്തിലൂടെ പൗരബോധം നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നു. എങ്ങനെ സാധിക്കുന്നു? മുതിർന്നവരെ ബഹുമാനിക്കാനും സാമൂഹിക സേവനത്തിൽ ഏർപ്പെടാനും നാം പഠിക്കുന്നത് പ്രാഥമിക സ്ഥാപനമായ കുടുംബത്തിൽ നിന്നാണ്. അംഗങ്ങളിൽ കർത്തവ്യബോധം വളർത്തുന്നതിനും നിലനിർത്തുന്നതിലും കുടുംബം വലിയ പങ്ക് വഹിക്കുന്നു. കുടുംബത്തിൽ നിന്നുള്ള പ്രചോദനവും പ്രോത്സാഹനവും ഇപ്പോഴും ഉന്നതമായ പൗരബോധം വളർത്തും. ഓരോ വ്യക്തിയും കുടുംബത്തിനു വേണ്ടിയും കുടുംബ സമൂഹത്തിന് വേണ്ടിയുമാണെന്ന ബോധ്യം കുടുംബാന്തരീക്ഷത്തിൽ വളർത്തിയെടുക്കാൻ കഴിയണം. അപ്പോൾ അതാണ് കുടുംബത്തെക്കുറിച്ച് അറിയേണ്ടത്. നമ്മൾ വായിച്ചിരിക്കണം. ഓക്കെ. ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ നിന്നും ചോദിക്കാം. ടെക്സ്റ്റ് വൈസ് ക്വസ്റ്റ്യൻ ചോദിക്കും, വളരെയധികം ചോദിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി ടെക്സ്റ്റ് നന്നായിട്ടൊന്ന് വായിക്കണം. നന്നായിട്ടൊന്ന് വായിച്ച മെയിൻ പോയിൻറ്റ്സ് നോക്കി വെക്കണം. ഇനി വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ വിവിധ വിഷയങ്ങളുടെ പഠനത്തിലൂടെ ലഭിക്കുന്ന അറിവുകൾ സമൂഹത്തിന് പ്രയോജനകരമായ രീതിയിൽ ഉപയോഗിക്കാൻ വ്യക്തിയെ പ്രാപ്തനാക്കുക എന്നതാണ് വിദ്യാഭ്യാസം ലക്ഷ്യം. പോട്ടെ. മൂല്യബോധം ഉണ്ടല്ലേ? മൂല്യബോധം, സഹിഷ്ണുത, നേതൃത്വഗുണം, പരിസ്ഥിതി ബോധം, ശാസ്ത്രാവബോധം തുടങ്ങിയവ വളർത്തിയെടുക്കാൻ വിദ്യാഭ്യാസം സഹായിക്കും. ഇതൊക്കെ നമുക്കറിയാവുന്നതാണെങ്കിലും പോയിൻ്റ് ഇതാണ്, ടെക്സ്റ്റിലുള്ള പോയിൻ്റ് ഇതാണ് എന്ന് കാണുമ്പോൾ നമുക്കൊരു ഉത്സാഹം കൂടും വായിക്കാൻ. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും സമൂഹത്തിന് പ്രയോജനകരമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വിദ്യാഭ്യാസത്തിലൂടെ സാധിക്കണം. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ സമീപനത്തിലൂടെ പൗരബോധം ജനങ്ങളിൽ എത്തിക്കാൻ കഴിയും. അപ്പോൾ അതും ഒരു പോയിൻറ്റ്സ്. ഏത് പോയിൻറ്റ്സ്? മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ സമീപനത്തിലൂടെ പൗരബോധം ജനങ്ങളിൽ എത്തിക്കാൻ കഴിയും. ഓക്കെ. ഈ സംഘടനകൾ എങ്ങനെയാണ് പൗരബോധം വളർത്തുക? രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ നിരവധി സംഘടനകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലേ? ഇനി സേവന സന്നദ്ധതയോടെ പ്രവർത്തിക്കാൻ ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുന്നത് പലപ്പോഴും സന്നദ്ധ സംഘടനകളാണ്. ഇവിടെ നോക്കുക. പരിസ്ഥിതി സംരക്ഷണം, മനുഷ്യാവകാശ സംരക്ഷണം, ജീവകാരുണ്യ പ്രവർത്തനം തുടങ്ങിയ മേഖലകളിൽ നിരവധി സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. പാരിസ്ഥിതിക അവബോധം, മനുഷ്യാവകാശ ബോധവും സൃഷ്ടിക്കാൻ ഈ സംഘടനകൾക്ക് സഹായിക്കുന്നുണ്ട്. അപ്പോൾ പരിസ്ഥിതി സംരക്ഷണം, മനുഷ്യാവകാശ സംരക്ഷണം, ജീവകാരുണ്യ പ്രവർത്തനം തുടങ്ങിയ മേഖലകളിലൊക്കെ എന്താണ് സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ സഹായത്തോടെ ബോധം ഉണ്ടാകുന്നുമുണ്ട്. പൗരബോധം വളർത്തിയെടുക്കാൻ സഹായിക്കുന്നുണ്ട്. പൗരബോധം വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന സംഘടനകളാണ് ഏതൊക്കെ എന്ന് പറഞ്ഞത്? പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയുള്ള സംഘടനകളും
മനുഷ്യാവകാശ സംഘടനകളും അല്ലേ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന സംഘടനകളിലൊക്കെ എന്താണ് ഈ പൗരബോധം വളർത്തിയെടുക്കാൻ സഹായിക്കുന്നു എന്ന് വേണമെങ്കിൽ കരുതാം. ഈ മാധ്യമങ്ങൾ എങ്ങനെയാണ് പൗരബോധത്തിൽ വളർത്തിയെടുക്കാൻ സഹായിക്കുക? പൗരബോധ രൂപീകരണത്തിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അച്ചടി മാധ്യമങ്ങൾ, ഇലക്ട്രോണിക് മാധ്യമങ്ങളും സമൂഹത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. വാർത്തകളും വിവരങ്ങളും ജനങ്ങളിൽ എത്തിക്കുന്നത് മാധ്യമങ്ങളാണ്. ശരിയായതും വസ്തുനിഷ്ഠവുമായ വിവരങ്ങൾ ക്രിയാത്മകമായ ആശയരൂപീകരണത്തിലേക്ക് നയിക്കും. മാധ്യമങ്ങൾ നിഷ്പക്ഷവും സ്വതന്ത്രവുമായിരിക്കണം. മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ വിമർശനാത്മകമായി നിലനിർത്തുകയും വേണം. അപ്പോൾ ഇത് മാധ്യമങ്ങളും പൗരബോധം വളർത്താൻ സഹായിക്കുന്ന അതിലൊന്നാണ്. ജനാധിപത്യ വ്യവസ്ഥ എന്തെന്ന് നോക്കൂ. പൗരബോധത്തിന് അനിവാര്യമായ ഒരു ഘടകമാണ് ജനാധിപത്യം. പൗരബോധം വളർത്തിയെടുക്കുന്നതിന് സഹായിക്കുന്ന എല്ലാ ഘടകങ്ങളുടെയും അടിസ്ഥാനം ജനാധിപത്യമാണ്. അതൊക്കെ മെയിൻ പോയിൻറ്റ്സ് നമുക്ക് നോക്കാം അല്ലേ. പൗരബോധം വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന എല്ലാ ഘടകങ്ങളുടെയും അടിസ്ഥാനം ആരാണ്? ജനാധിപത്യമാണ്. ജനാധിപത്യം ഒരു ഭരണക്രമം എന്നതിലുപരി ജീവിതശൈലിയാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലൂടെയും ജനാധിപത്യ സമീപനം ഉണ്ടായിരിക്കണം. ജനങ്ങൾ പരസ്പര സഹകരണത്തോടെ ജീവിക്കേണ്ടത് ജനാധിപത്യ സമൂഹത്തിന് അനിവാര്യമാണ്. മറ്റുള്ളവരിൽ നിന്നും സ്വീകരിക്കുന്ന സഹകരണവും പിന്തുണയും തിരികെ നൽകുക എന്നത് ഉയർന്ന ജനാധിപത്യ ബോധത്തിൻ്റെ അടയാളമാണ്. ജനാധിപത്യം സഹജീവികളെക്കുറിച്ച് ചിന്തിക്കാനും അവരുടെ സ്വാതന്ത്ര്യം, സമത്വം, അവകാശങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുവാനും വ്യക്തികളെ പ്രേരിപ്പിക്കും. ജനാധിപത്യം നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്നു. എല്ലാവരും നിയമവിധേയമാണെന്നാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഇനി പരിചയപ്പെടുക എന്നുള്ളത് APJ അബ്ദുൽ കലാം, മദർ തെരേസ, മൈലമ്മ, ദശരഥ് മാഞ്ചി. ഇവരൊക്കെ പൗരബോധമുള്ള വ്യക്തികൾ ചിലരാണ്. അവരുടെയൊക്കെ അർപ്പണ മനോഭാവമെല്ലാം നമുക്ക് സമൂഹത്തിന് വളരെയധികം കാര്യങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്. മെയിൻ നോക്കുക. ഇനി ഇവിടെ നോക്കുക. സമൂഹത്തോടും രാജ്യത്തോടുമുള്ള കടമ നിറവേറ്റുക എന്നതാണ് ഓരോ വ്യക്തിയുടെയും ധർമ്മമാണ്. ധാർമ്മികത ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ്? അതൊക്കെ നോക്കാം. ആദർശമില്ലാത്ത രാഷ്ട്രീയം, അധ്വാനമില്ലാത്ത സമ്പത്ത്, മനുഷ്യത്വമില്ലാത്ത ശാസ്ത്രം, ധാർമ്മികതയില്ലാത്ത വാണിജ്യം, സ്വഭാവമഹിമയില്ലാത്ത വിദ്യാഭ്യാസം, ത്യാഗമില്ലാത്ത ആരാധന, മനസ്സാക്ഷിയില്ലാത്ത സന്തോഷം, ഇവ അത്യന്തം അപകടകരമാണ്. ധാർമ്മികത ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഇനി പൗരബോധമുള്ള വിദ്യാർത്ഥികൾ സമൂഹത്തിന് മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങൾ കെട്ടിടക്കുന്നുണ്ട് അല്ലേ. പ്രവർത്തനങ്ങൾ അവയവദാന സമ്മതപത്രം നൽകൽ, രക്തദാനത്തിന് തയ്യാറാകൽ. ഇപ്പോൾ പഠിക്കുന്ന കാലത്ത് അവയവദാനത്തിന് നമ്മൾ സമ്മതപത്രം നൽകിയാലും വളർന്നു വരുമ്പോൾ നമ്മുടെ അഭിപ്രായങ്ങളും ചിന്തകളും ഒക്കെ വേറിട്ട് വരുന്നതായിരിക്കും അല്ലേ. വിവേചനപരമായി തന്നെ അത് ആലോചിച്ച് ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി SPC, NCC, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, മറ്റ് ക്ലബ്ബുകൾ തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങൾ പങ്കാളിയാകൽ, പൊതു ഇടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കൽ, അപകടത്തിൽപ്പെട്ടവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകൽ, ഭിന്നശേഷിയുള്ളവരെയും വൃദ്ധരെയും സഹായിക്കൽ. ഇതെല്ലാം നമുക്ക് മാനസികമായി നമുക്ക് നല്ല എനർജി തരുന്നത്, അല്ലെങ്കിൽ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ മനസ്സാണ് ഇതിനൊക്കെ പ്രധാനം അല്ലേ. ഇനി സമൂഹശാസ്ത്ര പഠനവും പൗരബോധം. ഈ സമൂഹശാസ്ത്ര പഠനവും പൗരബോധം ഉള്ളത് കണ്ടൻറ്റ് സിലബസ് തന്നെ ഉള്ളതാണ്. LP UP ആണെങ്കിലും LDCക്കകത്താണെങ്കിലും UP ഏറ്റവും കൂടുതൽ ഇപ്പോൾ സമൂഹശാസ്ത്രം എന്നുള്ള കണ്ടൻറ്റ് തന്നെ വന്നേക്കുന്നത്. അപ്പോൾ അതിനൊന്നുകൂടെ തന്നെ UP പ്രിപ്പയർ ചെയ്യുന്നവർ വായിച്ച് നോക്കണം. ഇവിടെ വൈവിധ്യങ്ങളെ ബഹുമാനിക്കാനും സൗക്ഷ്മതയോടെ പെരുമാറ്റാനും വ്യക്തികളെ പ്രാപ്തരാക്കുന്നു. എന്താണിത്? സാമൂഹ്യശാസ്ത്ര പഠനം അല്ലേ. അതായത് പൗരബോധ രൂപീകരണത്തിന് സാമൂഹ്യശാസ്ത്ര പഠനം എങ്ങനെ പ്രയോജനപ്പെടുത്താം? എന്തൊക്കെയാണ്? വൈവിധ്യങ്ങളെ ബഹുമാനിക്കാനും സഹിഷ്ണുതയോടെ പെരുമാറാനും വ്യക്തികളെ പ്രാപ്തരാക്കുന്നു. രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക, പരിസ്ഥിതി പ്രശ്നങ്ങളുടെ വിവിധ പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. പിന്നെ വിവിധ പ്രശ്നങ്ങൾക്ക് സമഗ്രമായ പരിഹാരം നിർദ്ദേശിക്കാൻ വ്യക്തികളെ പ്രാപ്തരാക്കുന്നു. സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സന്ദേശം ജനങ്ങളിലെത്തിക്കുന്നു. ഇതെല്ലാം സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇവിടെ. ഇനി പൗരബോധത്തിൻ്റെ ഉത്തമ മാതൃകകളും പ്രവർത്തനങ്ങളും പരിചയപ്പെടുത്തി വ്യക്തികളെ പൗരബോധം ഉളവാക്കുകയും കർമ്മനിരതരാക്കുകയും ചെയ്യുന്നു. ഇനി ഒരു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും സുസ്ഥിരമായ നിലനിൽപ്പിനും പൗരബോധം അത്യാവശ്യമാണ്. ഒരു പോയിൻ്റ് കൂടെ കിട്ടിയല്ലോ. ഇവിടെ ഇനി അടുത്തത് വരുന്നത് സമൂഹശാസ്ത്രമാണ്. സമൂഹശാസ്ത്രം എന്ന് പറയുമ്പോൾ നോക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ സമൂഹശാസ്ത്രം എന്തിന് അല്ലേ. എന്താണ് സമൂഹശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം അല്ലേ.
എം ഡിയും ജെഫ്രിയും പ്രതിപാദിക്കുന്ന വിഷയം ഒന്നാണെങ്കിലും അവരുടെ നിരീക്ഷണം വ്യത്യസ്തമാണ്. ഇതൊക്കെ അവരുടെ നാലുകെട്ട് നായർ മതത്തിൻ്റെ പദം നോക്കുകയും നോവൽ എന്ന സാഹിത്യരൂപമാണ്, ഭാവനാത്മകമാണ്, വൈകാരിക പ്രതികരണം. അതായത് നാലുകെട്ടിൻ്റെ അത് വായിച്ചിട്ട് അതിനെക്കുറിച്ചുള്ള നിഗമനമാണ് എഴുതിയേക്കുന്നത്. നാലുകെട്ട് അങ്ങനെയാണ്. നായർ മതത്തിൻ്റെ പദം എന്ന് പറയുമ്പോൾ അത് ഒരു നോവലാണ്, അതിനെക്കുറിച്ചാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇവിടെ നോക്കും, സാമൂഹ്യശാസ്ത്രക്കാരനും സാഹിത്യകാരനുമായ ഒരേ ആശയത്തെ തന്നെ രണ്ട് രീതിയിലാണ് കാണുന്നത്. അപ്പോൾ എന്താ പറയുക, സർഗരചന അവരുടെ ഭാവന, സർഗാത്മകത എന്നിവ ഉപയോഗിച്ച് രചന നടത്തുന്നു. സാമൂഹിക സംഭവങ്ങളെ സൗന്ദര്യാത്മകമായി ആവിഷ്കരിക്കുന്നു. സർഗരചന ആസ്വാദന ലക്ഷ്യം വയ്ക്കുന്നു. ഇനി ഇവിടെ സാമൂഹ്യശാസ്ത്ര പഠനം എന്താണ്? സാമൂഹിക പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ വിഷയങ്ങൾ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്നു. സാമൂഹിക അവസ്ഥകളെ കാര്യകാരണ സഹിതം അടിസ്ഥാനത്തിൽ അപഗ്രഥിക്കുന്നു. സമൂഹത്തെ വസ്തുനിഷ്ഠമായി അപഗ്രഥിക്കും. ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻസ് വരാൻ ഇവിടെ ചാൻസ് ഇല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം അല്ലേ. ഇനി സമൂഹശാസ്ത്ര ചിന്തകൾ നോക്കാം നമുക്ക് എന്തൊക്കെയാണ്. അതായത് 19ാം നൂറ്റാണ്ട് ചരിത്രത്തിൽ അറിയപ്പെടുന്നതിനെ വിപ്ലവയുഗം എന്ന പേരിലാണ്. 19ാം നൂറ്റാണ്ട് ചരിത്രത്തിൽ അറിയപ്പെടുന്ന എങ്ങനെയാണ്? വിപ്ലവയുഗം എന്നാണ്. ഇനി അങ്ങനെ സമൂഹശാസ്ത്രത്തിൻ്റെ ആവിർഭാവത്തിന് വഴിയൊരുക്കുന്ന 3 വിപ്ലവങ്ങളാണ്. സമൂഹശാസ്ത്രത്തിൻ്റെ വിപ്ലവത്തിന് വഴിയൊരുക്കുന്ന 3 വിപ്ലവം. ഏതൊക്കെയാണ് 3 വിപ്ലവം? വിപ്ലവയുഗം അപ്പോഴാണ് 19ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രത്തിലാണ് പറയുന്നത്. അങ്ങനെ സമൂഹശാസ്ത്ര പഠനം എന്താണ് പറയുക, അങ്ങനെ വരുമ്പോഴത്തേക്കിന് 3 വിപ്ലവങ്ങളാണ് കാരണമായത്. ഏതൊക്കെ 3 വിപ്ലവം നോക്കാം. 3 വിപ്ലവം ഏതൊക്കെ? ഒന്ന് ജ്ഞാനോദയം അല്ലേ, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഗൈഡുകളൊക്കെ വായിക്കുമ്പോൾ കാണുന്നതാണ്. ജ്ഞാനോദയം അല്ലെങ്കിൽ ശാസ്ത്ര വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, വ്യവസായ വിപ്ലവം അല്ലേ. ഇങ്ങനെ 3 വിപ്ലവമാണെന്ത് സമൂഹശാസ്ത്ര പഠനത്തിന് വേണ്ടി, ആവിർഭാവത്തിന് വേണ്ടി തുടക്കം കുറിച്ചവ അല്ലേ. 3 എണ്ണം: ജ്ഞാനോദയം അല്ലെങ്കിൽ ശാസ്ത്ര വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, വ്യവസായ വിപ്ലവം. 3 എണ്ണം. ഇവിടെ അഗസ്തസ് കോംതെ എന്നൊരാളുണ്ട് അല്ലേ. അതായത് ഫ്രഞ്ചുകാരനെ അഗസ്തസ് കോംതെ ആണെന്തെന്ന് സമൂഹത്തിൻ്റെ പിതാവ്. ഫ്രഞ്ചുകാരനായ അഗസ്തസ് കോംതെയാണ് സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവ്. സോഷ്യോളജിയുടെ പിതാവ് ആരാണ്? ഫ്രഞ്ചുകാരനായ അഗസ്തസ് കോംതെ. നമുക്കൊരു മെയിൻ പോയിൻ്റ് ഇപ്പോൾ കിട്ടി, അഗസ്തസ് കോംതെ ഓർക്കാതെ സമൂഹശാസ്ത്രം പോകാൻ വഴിയില്ലല്ലേ. ഇനി ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്ത തത്വങ്ങൾ സമൂഹ പഠനത്തിന് പ്രയോജനപ്പെടുത്തിയ ചിന്തകനാണ് ഹെർബർട്ട് സ്പെൻസർ. ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്ത തത്വങ്ങൾ സമൂഹ പഠനത്തിന് പ്രയോജനപ്പെടുത്തിയ ചിന്തകനാണ് ഹെർബർട്ട് സ്പെൻസർ. ജീവശാസ്ത്രപരമായ പരിണാമം പോലെ തന്നെ മനുഷ്യ സമൂഹം വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെ പരിണമിച്ചെന്നത്തെ അവസ്ഥിച്ചെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി കാൾ മാർക്സ്, എമിൽ ദുർഖീം, മാക്സ് വെബർ തുടങ്ങിയ നിരവധി ചിന്തകർ സമൂഹശാസ്ത്രത്തിൻ്റെ വികാസത്തിന് വേണ്ടി സംഭാവന ചെയ്തു. കാൾ മാർക്സിന് ഈ പേരുകൾ ഓർത്തിരിക്കുക. കാൾ മാർക്സ്, എമിൽ ദുർഖീം, മാക്സ് വെബർ ഒക്കെ എന്താണ് സമൂഹശാസ്ത്രത്തിന് വേണ്ടി പ്രയത്നിച്ച ആൾക്കാരാണ് അല്ലേ. അപ്പോൾ എന്താ പറയുക, സോഷ്യോളജി എന്താണ് പറയുന്നത്? അഗസ്തസ് കോംതെ അല്ലേ. അഗസ്തസ് കോംതെയാണ് സോഷ്യോളജി അല്ലെങ്കിൽ സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവ്. അഗസ്തസ് കോംതെയാണ്. ചാൾസ് ഡാർവിൻ്റെ ആ തത്വങ്ങളുടെ അല്ലേ, അദ്ദേഹത്തിൻ്റെ തത്വങ്ങളുടെ സമൂഹ പഠനത്തിന് വഴിയൊരുക്കിയത് ആരാണ്? ഇവിടെ ഹെർബർട്ട് സ്പെൻസർ. അപ്പോൾ ഇദ്ദേഹം രണ്ടോട് കണക്ട് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ശരിക്കും ഏതാ ഉള്ളത്? ഇതിൻ്റെ സോഷ്യോളജിയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചെന്ന് പറയുക അഗസ്തസ് കോംതെയാണ് അല്ലേ. ഇനി കാൾ മാർക്സ്, എമിൽ ദുർഖീം ഒക്കെ എല്ലാം എന്താണ് സമൂഹശാസ്ത്രത്തിന് വേണ്ടി പഠിച്ച വ്യക്തികളാണ്. ഇനി ഇന്ത്യയിൽ എങ്ങനെയാണിത് ഒന്ന് നോക്കാം അല്ലേ. ബോംബെ സർവകലാശാലയിൽ നിന്നാണ് ആദ്യത്തെ സമൂഹശാസ്ത്ര പഠന വകുപ്പ് ആരംഭിക്കുന്നത്. GS ഖുരിയെ, AR ദേശായി, SC ദുബെ, MN ശ്രീനിവാസ്, DP മുഖർജി തുടങ്ങിയവർ ഇന്ത്യയിലെ സമൂഹശാസ്ത്ര പഠനത്തിന് പ്രധാന സംഭാവനകൾ നൽകിയവരാണ്. എന്താണ് സമൂഹശാസ്ത്രം? സമൂഹശാസ്ത്രം ഒരു മനുഷ്യ ജീവിതത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഒരു മനുഷ്യ ജീവിതത്തെക്കുറിച്ച് പഠിക്കുന്നതാണെന്ത് സമൂഹശാസ്ത്രം എന്ന് പറഞ്ഞത്. ഇനി മനുഷ്യനും അവൻ്റെ ചുറ്റുപാടുകളും തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് സമൂഹശാസ്ത്രം. അതുകൊണ്ടാണ് സമൂഹത്തെക്കുറിച്ചുള്ള സമഗ്രമായ പഠനമായി സമൂഹശാസ്ത്രത്തെ കണക്കാക്കുന്നത്. മനുഷ്യനും അവൻ്റെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണെന്ത് സമൂഹശാസ്ത്രം. മനുഷ്യനും അവൻ്റെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണെന്ത് സമൂഹശാസ്ത്രം. ഇനി നോക്കാം എന്താണെന്ന്.
ഇനി നോക്കിക്കോളുണ്ടോ, ഇത് മെയിൻ പോയിൻറ്റ്സാണ്. സമൂഹത്തെക്കുറിച്ചുള്ള ശരിയായ ധാരണ രൂപീകരിക്കാൻ സഹായിക്കുന്നുണ്ട് സമൂഹശാസ്ത്ര പഠനം. സ്വന്തം സമൂഹത്തെയും മറ്റുള്ള സമൂഹത്തെയും വസ്തുനിഷ്ഠമായി തിരിച്ചറിയാൻ സഹായിക്കുന്നു. വ്യക്തിയും സാമൂഹിക സ്ഥാപനങ്ങളും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്നു. സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് രൂക്ഷമായി പഠിക്കുന്നു. സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്നു. സാമൂഹിക ആസൂത്രണത്തിനും വികാസത്തിനും പ്രയോജനപ്പെടുത്തുന്നു. പിന്നോക്ക വിഭാഗങ്ങൾ, ചൂഷിതർ, വിവേചനത്തിനും പീഡനത്തിനും വിധേയരാകുന്നവർ എന്നിവരെക്കുറിച്ചുള്ള പഠനങ്ങൾ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മാർഗദർശനമായി തീരുന്നു. ഇതെല്ലാം ശരിക്കും എന്താണ്? സമൂഹശാസ്ത്ര പഠനം എന്തിനാന്നുള്ളതിന് അല്ലേ, അതിൻ്റെ ചോദ്യമാണ്. സമൂഹശാസ്ത്രം എന്താണെന്ന് ശരിക്കും ഒന്ന് അറിഞ്ഞിരിക്കുന്നതായി വായിച്ചു പോവുക. ഓക്കെ, പഠന മേഖല ഏതൊക്കെയാണെന്ന് പറയും അല്ലേ. ദേശീയ പ്രശ്നങ്ങളായ തൊഴിലില്ലായ്മ, ഈ ശാസ്ത്രത്തിലെ പഠന മേഖല ഏതൊക്കെയാണ് അല്ലേ. ദേശീയ പ്രശ്നങ്ങളായ തൊഴിലില്ലായ്മ, ജാതി സംഘർഷം, ഗ്രാമീണരുടെ പ്രശ്നങ്ങൾ, ദാരിദ്ര്യം എന്നിവയെ കേന്ദ്രീകരിച്ചുള്ള പഠനങ്ങളും സമൂഹശാസ്ത്രത്തിൻ്റെ ഭാഗമാണ്. ഓക്കെ, ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം. സാമൂഹിക സ്ഥാപനങ്ങൾ, സാമൂഹിക സംഘങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹികരണം, സാമൂഹിക നിയന്ത്രണം, സമുദായങ്ങൾ, സാമൂഹിക മാറ്റം, സാമൂഹിക പ്രശ്നം, ഇതെല്ലാം എന്താണെന്ന് പറയുന്നത് പ്രധാന മേഖലകളാണ്. പഠനരീതി എന്തൊക്കെയാണെന്ന് നോക്കും. ഒന്ന് സോഷ്യൽ സർവേ ആണ്, അതായത് സെൻസസ് ഒക്കെ എടുക്കുന്നത് സോഷ്യൽ സർവേ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം വരുന്ന ഈ സർവേ ഒക്കെ വരുന്നതുകൊണ്ടാണ് സാമൂഹ്യശാസ്ത്രം എന്ന സംഭവം നമ്മുടെ കണ്ടൻറ്റിൽ സിലബസ് തന്നെ വന്നേക്കുന്നത് കേട്ടല്ലോ. സോഷ്യൽ സർവേ ഇതിൻ്റെ എന്താണ് ഒരു ഭാഗമാണ്. രാജ്യത്തെ മൊത്തം ജനങ്ങളെക്കുറിച്ചുള്ള വിവരം ശേഖരിക്കുന്ന ഒരിനം സർവേ ആണെന്ത് സെൻസസ് അല്ലേ. രാജ്യത്തെ മൊത്തം ജനങ്ങളെക്കുറിച്ചുള്ള വിവരം ശേഖരിക്കുന്ന ഒരിനം സർവേ ആണെന്ത് സെൻസസ്. അതായത് ഈ സ്റ്റഡീസ് അല്ലെങ്കിൽ സോഷ്യോളജി സമൂഹശാസ്ത്ര പഠനത്തിൻ്റെ പഠന രീതികളിലൊന്നാണെന്ത് സോഷ്യൽ സർവേ എന്ന് പറയുന്നത്. സർവേ അല്ലെങ്കിൽ സെൻസസ് അല്ലേ. രാജ്യത്തെ മൊത്തം ജനങ്ങളെക്കുറിച്ചുള്ള വിവരം ശേഖരിക്കുന്ന ഒരിനം സർവേ ആണെന്ത് സെൻസസ്. സെൻസസ് എന്താണ്? സെൻസസ്. രാജ്യത്തെ മൊത്തം ജനങ്ങളെക്കുറിച്ചുള്ള വിവരം ശേഖരിക്കുന്ന ഒരെണ്ണം സർവേ ആണ് സെൻസസ് എന്ന് പറഞ്ഞാൽ. സാമൂഹിക വിഷയങ്ങൾ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു പഠന രീതിയാണ് സർവേ എന്ന് പറഞ്ഞാൽ. സാമൂഹിക വിഷയങ്ങൾ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു പഠന രീതിയാണെന്ത് സർവേ. സാമൂഹിക വിഷയങ്ങൾ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു പഠന രീതിയാണെന്ത് സർവേ എന്ന് പറയുന്നത്. തിരഞ്ഞെടുത്ത ഒരു സംഘം ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠന വിഷയത്തെക്കുറിച്ച് സമഗ്രമായ കാഴ്ചപ്പാട് രൂപീകരിക്കുവാൻ സർവേ സഹായിക്കുന്നു. വലിയൊരു വിഭാഗം ജനങ്ങളിൽ നിന്ന് വിവരം ശേഖരിക്കേണ്ടി വരുന്ന പഠനത്തിലൂടെ സർവേ രീതി ഉപയോഗിക്കുന്നത്. അപ്പോൾ സർവേ രീതി എവിടെയാണ് ഉപയോഗിക്കുക? വലിയൊരു വിഭാഗം ജനങ്ങളിൽ നിന്ന് വിവരം ശേഖരിക്കുന്ന അങ്ങനെ വരുന്ന പഠനത്തിന് വേണ്ടിയാണെന്ത് സർവേ രീതി ഉപയോഗിക്കുക. വലിയൊരു വിഭാഗം ജനങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കേണ്ടി വരുന്ന പഠനത്തിലൂടെയാണെന്ന് പറയുക സർവേ രീതി ഉപയോഗിക്കുക. ഇനി സർവേയിൽ വിവരം ശേഖരിക്കാൻ ചില മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുക. അതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയും ടെലിഫോണിലൂടെയും പലതരത്തിലുള്ള സർവേകൾ നടത്തുന്നത് നിങ്ങൾ കാണാറില്ലേ. എന്നാൽ സാമൂഹിക സർവേയിൽ വിവരങ്ങൾ ശേഖരിക്കാൻ സാധാരണ മുൻകൂട്ടി തയ്യാറാക്കി ചോദ്യാവലി ഉണ്ടാകുന്നുണ്ട്. ചോദ്യാവലിയിലൂടെ നമ്മൾ സർവേ തയ്യാറാക്കാറുണ്ട്. ഇനി വേറൊന്നാണെന്ത് അഭിമുഖം എന്ന് പറയുന്നത് അല്ലേ. അഭിമുഖം വാർത്താമാധ്യമങ്ങൾ നടത്തപ്പെടാനുള്ള അഭിമുഖങ്ങൾ ശ്രദ്ധിക്കാറില്ലേ. സമൂഹശാസ്ത്ര വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട രീതിയാണെന്ത് അഭിമുഖം. സമൂഹശാസ്ത്ര വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട രീതിയാണെന്ത് അഭിമുഖം. വാമൊഴിയായി വിവരം ശേഖരിക്കുന്ന രീതിയാണിത്. ഗവേഷകനും പ്രതികർത്താവും തമ്മിലുള്ള സംഭാഷണമാണ് അഭിമുഖം. ഗവേഷകനും പ്രതികർത്താവും തമ്മിലുള്ള സംഭാഷണമാണെന്ത് അഭിമുഖം. വ്യക്തികളുടെ മനോഭാവം, കാഴ്ചപ്പാട്, വിദ്യാഭ്യാസം, ജീവിതചര്യ തുടങ്ങിയ കാര്യങ്ങൾ സൂക്ഷ്മതലങ്ങളിൽ അറിയുന്നതിനും വിശകലനം നടത്തുന്നതിനും ഉപയോഗിക്കുന്ന പഠന രീതിയാണ് അഭിമുഖം എന്ന് പറയുന്നത്. ഇനി അഭിമുഖത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആവശ്യമായ വ്യക്തികളെ കണ്ടെത്തൽ അല്ലേ. ശേഖരിക്കേണ്ട വിവരങ്ങളെക്കുറിച്ച് ധാരണ രൂപീകരിക്കൽ, ഉചിതമായ ചോദ്യങ്ങൾ ഒതുക്കൽ, ഫലവത്തായ രീതിയിലുള്ള ആശയവിനിമയം, സമയക്രമീകരണം, ലഭിച്ച വിവരങ്ങൾ ക്രമപ്പെടുത്തലും റിപ്പോർട്ട് തയ്യാറാക്കുക. ഇതൊക്കെ എന്താണ് അഭിമുഖത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അഭിമുഖം എങ്ങനെയാണ്? അഭിമുഖവും അല്ലെങ്കിൽ ചോദ്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അല്ലേ. വിവരങ്ങൾ വാമൊഴിയായി ശേഖരിക്കപ്പെടുന്ന അഭിമുഖത്തിൽ ഗവേഷകൻ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നു. എന്നാൽ ചോദ്യാവലിയാകുമ്പോഴും വിവരങ്ങൾ രേഖപ്പെടുത്തി നൽകുന്നു. പ്രതികർത്താക്കൾ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നു. വ്യത്യാസങ്ങളാണ്. നിരീക്ഷണം വരുന്നുണ്ട്. നിരീക്ഷണം അല്ലേ. എല്ലാ ശാസ്ത്ര ഗവേഷണ രീതികളിലും എന്ന പോലെ സമൂഹശാസ്ത്ര പഠനത്തിലെ അടിസ്ഥാനപരമായ രീതികൾ എന്നാണെന്ത് നിരീക്ഷണം.
അഭിമുഖം പോലുള്ള രീതികൾ പ്രായോഗികമല്ലാത്ത സന്ദർഭങ്ങളിൽ മറ്റു നിരീക്ഷണ രീതിയിലേക്ക് നീക്കുന്നുണ്ട്. കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായി രേഖപ്പെടുത്തുന്ന രീതിയാണ് നിരീക്ഷണം. എന്താണ് പറഞ്ഞത്? കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായി രേഖപ്പെടുത്തുന്ന രീതിയാണ് നിരീക്ഷണം. നേരിട്ട് ശേഖരിക്കുന്ന ഇത്തരം വിവരങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നതിൽ സഹായിക്കുന്നു. ഒന്ന് പങ്കാളിത്ത നിരീക്ഷണം, അടുത്തത് പങ്കാളിത്തരഹിത നിരീക്ഷണവുമുണ്ട്. നിരീക്ഷകൻ പഠനമേഖലയിൽ നിന്ന് നേരിട്ട് വിവരം ശേഖരിക്കുന്ന രീതിയാണ് പങ്കാളിത്ത നിരീക്ഷണം. സമൂഹശാസ്ത്രത്തിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു രീതിയാണിത്. സമൂഹശാസ്ത്രജ്ഞൻ പഠനവിധേയമാക്കുന്ന സംഘത്തിൽ താമസിച്ച് അവരുടെ ജീവിതത്തെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കുന്ന രീതിയാണ് പങ്കാളിത്ത നിരീക്ഷണം. ഇതിനായി ഗവേഷകൻ അവരുടെ ഭാഷ, സംസ്കാരം എന്നിവ പഠിക്കുകയും അവരുടെ ദൈനംദിന ജീവിതത്തിൽ പങ്കാളിയാവുകയും ചെയ്യുന്നു. ഇതുവഴി പ്രകടമല്ലാത്ത പെരുമാറ്റ രീതികൾ വളരെ പഠന വിധേയമാക്കാൻ കഴിയുന്നു. പങ്കാളിത്ത നിരീക്ഷണത്തെ ഫീൽഡ് വർക്ക് എന്നും വിളിക്കാറുണ്ട്. ആദിമ സമൂഹങ്ങളെക്കുറിച്ചുള്ള പഠനത്തിനായി നരവംശാസ്ത്രജ്ഞമാണ് ഉപയോഗിക്കുക. അതായത് ഇത് സമൂഹശാസ്ത്രത്തിൻ്റെ ഒരു പഠന രീതിയാണെന്ത്? നിരീക്ഷണം എന്ന് പറയുന്നത്, അല്ലേ? അത് രണ്ടെണ്ണം ഏതൊക്കെ? ഒന്ന് പങ്കാളിത്ത നിരീക്ഷണവും പങ്കാളിത്തരഹിത നിരീക്ഷണവും ഉണ്ട്. ഇതിൽ വന്നേക്കുന്നത് പങ്കാളിത്ത നിരീക്ഷണത്തെ വേറൊരു പേരെന്താ പറയുക? ഫീൽഡ് വർക്ക് എന്ന് പറയാറുണ്ട്. ഫീൽഡ് വർക്ക്. പങ്കാളിത്ത നിരീക്ഷണത്തെ എന്ത് പറയുന്നുണ്ട്? ഫീൽഡ് വർക്ക് എന്നും പറയാറുണ്ട്. ഇനി ആദിമ സമൂഹത്തെക്കുറിച്ചുള്ള പഠനത്തിനായി നരവംശ ശാസ്ത്രമാണ്, ആന്ത്രപ്പോളജി എന്ന രീതിയാണ് ഉപയോഗിക്കുന്നത്. ആദിമ സമൂഹത്തെക്കുറിച്ച്, പണ്ടുണ്ടായ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ആന്ത്രപ്പോളജി, അല്ലെങ്കിൽ എന്താ പറയുക, നരവംശ ശാസ്ത്രം ഉപയോഗിക്കുന്നു, അല്ലേ? അപ്പോൾ പങ്കാളിത്ത നിരീക്ഷണത്തിൻ്റെ വേറൊരു പേരെന്താണ്? ഫീൽഡ് വർക്ക് എന്ന് പറയുന്നത്. ഇനി പങ്കാളിത്ത നിരീക്ഷണ അതിനകത്ത് എന്താ പറയുക, സമൂഹശാസ്ത്രത്തിൽ എന്ത് ചെയ്യുന്നു? പഠന സംഘത്തിൽ താമസിച്ച് പഠനം നടത്തുകയല്ല, പകരം പുറത്തു നിന്ന് നിരീക്ഷണം നടത്തുക മാത്രമാണ് ചെയ്യുക. അപ്പം പങ്കാളിത്തവും ഉണ്ട്, രണ്ട് തരമല്ലേ പറഞ്ഞു, പങ്കാളിത്ത നിരീക്ഷണമുണ്ട്, പങ്കാളിത്ത രഹിതവുമുണ്ട്, അല്ലേ? മറ്റൊന്നാണ് കേസ് സ്റ്റഡി, അല്ലേ? കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ബി.എഡുകാർക്കൊക്കെ കേസ് സ്റ്റഡി നല്ല അനുഭവമായിരിക്കും, അല്ലേ? കേസ് സ്റ്റഡി അവർക്കറിയായിരിക്കും. അപൂർവം വേറിട്ടതുമായ സാമൂഹിക പ്രതിഭാസങ്ങളെക്കുറിച്ച്, പ്രശ്നങ്ങളെക്കുറിച്ചും ആഴത്തിൽ പഠിക്കാനാണ് കേസ് സ്റ്റഡി പ്രയോജനപ്പെടുത്തുന്നത്. ഇത്തരം പഠനങ്ങൾ സൂക്ഷ്മവും സമഗ്രവുമായിരിക്കും. ഇത്തരം കേസ് സ്റ്റഡി എങ്ങനെയായിരിക്കണം? സൂക്ഷ്മവും അതുപോലെ സമഗ്രവുമായിരിക്കും. ഈ രീതി ഉപയോഗിച്ച് പഠനവിധേയമാക്കുന്ന വിഷയത്തെ കേസ് എന്ന് പറയുന്നു. കേസിനെക്കുറിച്ചുള്ള വിശദമായ പഠനമാണ് കേസ് സ്റ്റഡി. സമൂഹശാസ്ത്രം വിവരശേഖരണത്തിന് കേസ് സ്റ്റഡി നൽകാറുണ്ട്. ഇനി അനുദിനം സങ്കീർണമായിക്കൊണ്ടിരിക്കുന്ന അന്നത്തെ സമൂഹത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ആഴത്തിലും പരപ്പിലും പഠിക്കാൻ സമൂഹശാസ്ത്രം മേൽപ്പറഞ്ഞ വിവിധ ഗവേഷണ രീതികൾ ഉപയോഗിക്കുന്നു. സമൂഹത്തിൻ്റെ ദൈനംദിന പ്രക്രിയകൾ പ്രായോഗികക്ഷമതയുള്ള ശാസ്ത്രശാഖയെ സമൂഹശാസ്ത്രം വളർന്നിരിക്കുന്നു. ഗവേഷണ പഠനങ്ങളിൽ പരിശീലനം സിദ്ധിച്ച സമൂഹശാസ്ത്രജ്ഞരെ ഭരണ ആസൂത്രണ മേഖലകളിൽ ആവശ്യം വരുന്നു. വാണിജ്യം, നഗരാസൂത്രണം, സാമൂഹ്യക്ഷേമം, പരസ്യം, വാർത്താവിനിമയം. അത് നോക്കുക. വാണിജ്യം, നഗരാസൂത്രണം, സാമൂഹ്യക്ഷേമം, പരസ്യം, വാർത്താവിനിമയം, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തുടങ്ങി ഒട്ടേറെ മേഖലകളിലേക്ക് സാമൂഹ്യശാസ്ത്രം പ്രായോഗിക സാധ്യതയുണ്ട്, അല്ലേ? അതായത് സമൂഹശാസ്ത്രം സാമൂഹിക ജീവിതത്തെപ്പറ്റി അടിസ്ഥാനപരമായി ധാരണയുണ്ടാക്കാൻ, അതുവഴി നമ്മുടെ കാഴ്ചപ്പാടിനെ വിശാലമാക്കാനും സഹായിക്കുന്നു. ഈ ചാപ്റ്റർ നന്നായിട്ടൊന്ന് വായിക്കുക, അല്ലേ? അതായത് സമൂഹശാസ്ത്രം എന്താണ്, സർഗരചനയും സമൂഹശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇതൊക്കെയാണ് മെയിൻ പഠിക്കുന്നത്. അപ്പോൾ ചാപ്റ്റർ ഏകദേശം ഇത് കഴിഞ്ഞു. എന്താണെന്നുള്ളത് നോക്കുക. സെക്കൻഡ് പാർട്ടാണത്, ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.